കാറ്റത്തെ കിളിക്കൂട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ ചതി തിരിച്ചറിയുന്നതാണ്. അതായത് സുധീഷിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തന്നെ വിവാഹം കഴിച്ചത് എന്ന് തിരിച്ചറിയുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് സുധീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞത് ചെയ്തതെന്ന് പറയുന്നു. പിന്നെ കുട്ടിയുടെ ഫോട്ടോ തന്നതും സുധീഷ് തന്നെയാണ് എന്ന് പറയുന്നു. അത് കേട്ടതും നിധി ആകെ ഞെട്ടിപ്പോകുന്നു. അതായത് തന്നെ വിവാഹം കഴിക്കാനായിട്ട് സുധീഷ് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എല്ലാം എന്നറിയുന്ന നിധി ആകെ സമനില തെറ്റി പോലെ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം വീട്ടിലേക്ക് ചെന്ന് സുധീഷിൻ്റെ കുത്തിനെ പിടിക്കുന്ന നിധിയെയാണ് കാണാനായിട്ട് സാധിക്കുക. താൻ എന്താണോ ഈ ചെയ്തത്? എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി താൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മൾ വിവാഹം കഴിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കള്ളത്തരവും താൻ പറഞ്ഞുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയാണെങ്കിൽ ആദ്യ അടി സുധീഷിൻ്റെ മുഖത്ത് കൊടുക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം സുധീഷ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തിനാടാ നീ തൻ്റെ ജീവിതം തകർത്തത് എന്ന് സുധീഷിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സുധീഷിനെയാണ് കാണാൻ സാധിക്കുക. നിധി സുധീഷിനോട് പൊട്ടിത്തെറിക്കുന്നതും കാണാൻ കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.